ഹലോ ഫാറ്റ് ടിവിയുടെ പ്രേക്ഷകരെ, ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഓടിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ വളരെയധികം കുറവായിരിക്കുമല്ലേ. ബൈക്കുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഫാറ്റ് ടിവി ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഹാർലി ഡേവിഡ്സൺ ബൈക്കിനെ കുറിച്ചുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അതായത് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് അഥവാ നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന പ്രതീക്ഷയോടെ ഫാറ്റ് ടിവി ടീം ഇതാ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ആദ്യമേ നമ്മൾ കിടക്കാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സന്റെ മാനുഫാക്ചറിങ് ഘട്ടത്തിലേക്കാണ്. ഈ 1903 അതായത് 1903 ഹാർലി ഡേവിഡ്സൺ കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ആരംഭിക്കുന്നത്. അതായത് അമേരിക്കയിൽ ആ കാലഘട്ടത്തിൽ വളരെയധികം ക്ലേശകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഈ കമ്പനി ഈ കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ ഏറ്റവും മുന്തിയ ഇനം ബൈക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. 100-ലധികം വർഷങ്ങളായിട്ട് നൂതനമായിട്ടുള്ള ബൈക്കുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പെൻസിൽവാനിയയിലെ മിഡ് വെസ്റ്റേൺ സിറ്റിയിലാണ്. ടൂറിംഗ് ക്ലാസ്, സോഫ്റ്റ്വെയർ, കസ്റ്റം എന്നീ വിഭാഗത്തിൽപ്പെടുന്ന കാറ്റഗറീസിൽപ്പെടുന്ന ബൈക്കുകൾ ഹാർലി ഡേവിഡ്സൺ നിർമ്മിക്കുന്നുണ്ട്. ശക്തമായ പവറുള്ള എഞ്ചിന്, കമനീയമായ ഡിസൈന് എന്നിവയാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളെ മാർക്കറ്റിൽ ശ്രദ്ധേയമാക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഹാർലി ഡേവിഡ്സൺ കമ്പനിയുടെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ബാറും എൽഡുകളും ചേർന്നതാണ് ഹാർലിയുടെ ലോഗോ എന്ന് പറയുന്നത്. ഒരു കറുത്ത ഷീഡിൽ തിരശ്ചീനമായിട്ട് ബാറുകൾ ഘടിപ്പിച്ച ഈ രീതിയിലാണ് ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് നടുവിൽ ഹാർലി ഡേവിഡ്സൺ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി ഈ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ നിർമ്മാണം നടക്കുന്നത് പല സ്റ്റേജുകളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ്. ഫാബ്രിക്കേഷൻ, പെയിൻറ്റിങ്, അസംബ്ലി, ടെസ്റ്റിങ് എന്നീ 4 തലങ്ങളിൽ ഈ ബൈക്കിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 23,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഫാക്ടറിയിലാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ, എഞ്ചിനീയറിംഗ് വിദഗ്ധർ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഹാർലി ഡേവിഡ്സന്റെ ഫസ്റ്റ് സ്റ്റേജായിട്ടുള്ള ഫാബ്രിക്കേഷനിലേക്ക് കിടക്കാം. ഈ സ്റ്റേജിൽ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. നിരവധി ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു ബൈക്ക് ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബൈക്കിൻ്റെ ബോഡി, പെട്രോൾ ടാങ്ക്, മഡ് ഗാർഡ് തുടങ്ങിയ ഭാഗങ്ങൾ വിവിധ മെഷീനുകളുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചെടുക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. വെൽഡിങ്, ഗ്രൈൻഡിങ്, മെഷീനിങ് എന്നിവ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മാത്രമാണ് ഫാക്ടറിയിലെ തൊഴിലാളികൾ ഈ പ്രവർത്തനത്തിൽ ഇടപെടുന്നത്. പെട്രോൾ ടാങ്ക്, മഡ് ഗാർഡുകൾ, ക്രാങ്ക് കേസ് അടക്കമുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചതിന് ശേഷം കൃത്യമായിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുകയും ഇവയെല്ലാം ബോഡിയോട് ചേർത്ത് വെൽഡ് ചെയ്യുകയും ചെയ്യുന്നത് യന്ത്ര സഹായത്തോടു കൂടിയാണ്. ഫാബ്രിക്കേഷൻ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഓരോ പാർട്ടിലും പ്രത്യേകം പെയിൻറ്റിങ് നടത്തുന്നു. മഴ, ചൂട്, കാറ്റ്, തണുപ്പ് എന്നീ സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേക പൗഡർ കോട്ടിങ്ങുകൾ ഓരോ ഭാഗങ്ങളിലും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്ങിന് മുമ്പ് 2.5 മണിക്കൂർ നേരത്തേക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൂടിയാണ് നിർമ്മാണത്തിൻ്റെ അവസാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത്. പ്രെസിഷൻ ഹുക്ക് സിസ്റ്റം, വിഷൻ സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് ഈ പ്രവർത്തനങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നു. പെയിൻറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അസംബ്ലി സെക്ഷനിലേക്ക് ഈ ഫാബ്രിക്കേറ്റഡ് ഭാഗങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് അസംബ്ലി സെക്ഷനിലേക്ക് പോകാം. ഒരുപാട് ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കേണ്ടതിനാൽ എല്ലാ ഫാക്ടറികളിലും കാണുന്നത് പോലെ ഒരു അസംബ്ലി ലൈന് ഈ ഫാക്ടറിയിൽ ഉണ്ടാകും. അസംബ്ലി ലൈനിൽ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? 10 സ്റ്റേഷനിലായിട്ടാണ് ഈ അസംബ്ലി ലൈൻ മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റേജിലും ജോലിക്കാർക്ക് ലഭിക്കുന്നത് 7.5 മിനിറ്റാണ്. ഈ 7.5 മിനിറ്റിനുള്ളിൽ ഓരോ സ്റ്റേഷനിലെയും പ്രവർത്തനം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേഷനിലും വേഗത്തിലും കൃത്യതയോടും കൂടി പൂർത്തിയാക്കാൻ ജോലിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബോഡിയെ ഒരു ലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഓരോ സ്റ്റേഷനിലെയും കൊണ്ടുപോകുന്നത്. ബോഡിയിൽ എൻജിൻ ഘടിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത്, അറിയാലോ. ഇനി ഹാർലിയുടെ എൻജിൻ അസംബ്ലിയെ പറ്റി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനേ സാധിക്കത്തില്ല. ഈ ഹാർലിയുടെ എൻജിന് ഒരു 2 സിലിണ്ടർ എൻജിനാണ്. 584 cc പവർഫുൾ ആയിട്ടുള്ള ഈ എൻജിനാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ ഹൃദയമെന്ന് പറയുന്നത്. ധാരാളം ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ എൻജിൻ നിർമ്മിച്ചെടുക്കുന്നത്. അലുമിനിയമാണ് എൻജിൻ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്.
സിലിണ്ടർ നിർമ്മിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മെറ്റൽ സ്ലാബുകൾ ഉപയോഗിച്ച് ഈ സിലിണ്ടർ ബ്ലോക്കിൽ ഫിൻസ് നിർമ്മിക്കുന്നു. എഞ്ചിൻ കൂളിംഗ് നൽകുന്നതിനായിട്ടാണ് ഫിൻസ് നിർമ്മിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ സിലിണ്ടർ ബോർ ചെയ്ത് കൊടുക്കുന്നു. സിലിണ്ടറിനകത്താണ് പിസ്റ്റൺ ഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി കാർവ് ചെയ്ത് ബോർ ചെയ്തെടുക്കണം. ക്രാങ്ക് ഷാഫ്റ്റ് നിർമ്മാണം ഒരു വശത്ത് നടക്കുന്നു. ക്രാങ്ക് ഷാഫ്റ്റിനോടൊപ്പം ബെയറിംഗ് പിടിപ്പിച്ചതിന് ശേഷം ഒരു മെഷീനിൽ വെച്ച് പ്രസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്രാങ്ക് ഷാഫ്റ്റ് ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ലിഫ്റ്റ് ചെയ്യും. അതിന് താഴത്തെ ഭാഗവുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ് അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത്. താഴത്തെ ഭാഗവുമായിട്ട് കൂട്ടിച്ചേർത്തതിന് ശേഷം ഒരു ഓട്ടോമാറ്റിക് ഡിസ്പെൻസർ ഉപയോഗിച്ചുകൊണ്ട് സിലിക്കോൺ തേച്ച് പിടിപ്പിക്കുന്നു. അതിനുശേഷം അതിൻ്റെ അപ്പർ കേസ് എടുത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് അടുത്ത നിർമ്മാണ ഭാഗത്തേക്ക് വിടുന്നു. അടുത്ത ഭാഗത്ത് എൻജിൻ ക്രാങ്ക് കേസ് ഷാഫ്റ്റ് അസംബ്ലി ചെയ്യുകയും ട്രാൻസ്മിഷൻ ഭാഗങ്ങളുടെ അസംബ്ലിയും നടക്കുന്നു. 5 ഗിയർ സിസ്റ്റമാണ് ഈ എൻജിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ക്യാം ഷാഫ്റ്റ് ഫിക്സ് ചെയ്തെടുക്കുന്നു. ക്യാങ്ക് ഷാഫ്റ്റാണ് എൻജിനിൽ കൃത്യമായിട്ട് ടൈമിംഗ് നിലനിർത്തുന്നത്. അതിനുശേഷം പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിനോട് ചേർത്ത് ഘടിപ്പിക്കുന്നു. സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റുകൾ വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് ചേർത്ത് പിടിപ്പിച്ച് പെയിൻറ്റിംഗ് പൂർത്തീകരിക്കും. അതിനുശേഷം സിലിണ്ടറിൽ ഘടിപ്പിക്കേണ്ട ട്യൂബുകൾ, പുഷ് റോഡ്സ് എന്നിവ ഘടിപ്പിച്ചതിന് ശേഷം ഒരു മെറ്റൽ കവർ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് സുരക്ഷിതമാക്കുന്നു. പിന്നീട് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഇതിനോട് ചേർത്ത് ഘടിപ്പിക്കും. ഈ ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സിലിണ്ടറിന് അകത്തേക്ക് പോകേണ്ട ഫ്യൂവലിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം 2 സിലിണ്ടറുകൾക്കിടയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സ്പെഷ്യൽ ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇളകിപ്പോകാത്ത വിധം ഇവയെ സംരക്ഷിക്കും. ഓയിൽ ഫിൽട്ടർ എഞ്ചിനോട് ചേർത്താണ് ഘടിപ്പിക്കുന്നത്. ഇലക്ട്രിക്കൽ ചാർജിംഗ് സിസ്റ്റം ക്രാങ്ക് കേസിനോട് ചേർത്ത് ഘടിപ്പിക്കുന്നു. ഈ സിസ്റ്റമാണ് ബൈക്കിൻ്റെ മുഴുവൻ ഭാഗത്തേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. ടോപ്പ് കവർ കൂടി ഫിക്സ് ചെയ്ത് എഞ്ചിനകത്തേക്ക് ഓയിൽ ഫില്ല് ചെയ്യുന്നു. ഈ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം സ്പാർക്ക് പ്ലഗ് കൂടി സിലിണ്ടറിനോട് ഘടിപ്പിച്ചാൽ ഹാർലി ഡേവിഡ്സൺ എഞ്ചിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഓയിൽ ഫില്ല് ചെയ്ത് എഞ്ചിൻ്റെ നിരവധി ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ എഞ്ചിനും ഈ ഫാക്ടറിയിൽ ടെസ്റ്റ് ചെയ്തെടുക്കുന്നത്. എഞ്ചിൻ്റെ റൊട്ടേഷനും 5 ഗിയർ ട്രാൻസ്മിഷനും ഈ ടെസ്റ്റിംഗ് ഉപയോഗിച്ച് പരിശോധിക്കുകയും ഇവയെല്ലാം കൃത്യമായ അളവിലാണെങ്കിൽ മാത്രമാണ് എഞ്ചിൻ അസംബ്ലിക്ക് വേണ്ടി അസംബ്ലി ലൈനിലേക്ക് വരുന്നത്. നമുക്കിനി വീണ്ടും അസംബ്ലി ലൈനിലേക്ക് വരാം. ബോഡിയോടൊപ്പം എഞ്ചിൻ ഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഓരോ സ്റ്റേജുകളായി ഘടിപ്പിച്ചു പോകുന്നു. ബൈക്കിന് ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഡിസൈനുകളിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത ഭാഗങ്ങൾ ഘടിപ്പിക്കുകയും സ്റ്റിക്കർ വർക്കുകളും മറ്റും നടത്തിയെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ അസംബ്ലി ലൈൻ അവസാനിക്കുന്നത്. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ടയർ ഗുണമേന്മ കൂടിയ ടയറുകളാണ്. ബൈക്കിലേക്ക് വേണ്ട ഇലക്ട്രിക്കൽ കേബിളിങ്, ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ഓഡോമീറ്റർ, ബാറ്ററി, സീറ്റ്, മറ്റ് ആക്സസറീസ് എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. മിഷേലിൻ കമ്പനിയുടെ ടയറാണ് സാധാരണ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് ഉപയോഗിക്കുന്നത്. അവസാന ഭാഗത്ത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. 100-ലധികം വർഷങ്ങളായിട്ട് ബൈക്കുകൾ നിരത്തിലിറക്കുന്ന ഹാർലി ഡേവിഡ്സൺ കമ്പനിക്ക് ബൈക്കുകളുടെ ഗുണമേന്മ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ചെക്കിംഗ് എന്നത് വളരെ വൈദഗ്ധ്യം നിറഞ്ഞ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. റോഡിൻ്റെ സമാനമായിട്ടുള്ള കണ്ടീഷനുകൾ സിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ സ്പെസിഫിക്കേഷനുകളും ടെസ്റ്റ് ചെയ്ത് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത്. ആദ്യം തന്നെ ഗ്ലൗസ് ധരിച്ച ഒരു ക്വാളിറ്റി ചെക്കിംഗ് ഉദ്യോഗസ്ഥർ മുഴുവനായിട്ട് ബൈക്കിൽ കൈകൊണ്ട് തഴുകി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ബൈക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് 0 മുതൽ 96 km/h ആക്സിലേറ്റർ ചെയ്ത് ഈ ബൈക്കിന് വീൽ അലൈൻമെൻറ്റ്, ബ്രേക്കിംഗ്, ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, അലൈൻമെൻറ്റ്, ഹോൺ ഫംഗ്ഷൻ, എക്സോസ്റ്റ് എമിഷൻ എന്നിവ കൃത്യമായി വിശകലനം ചെയ്ത് ഉറപ്പുവരുത്തും. ഈ ടെസ്റ്റിങ്ങിന് ഡൈനോ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ യൂട്യൂബിലേക്ക് കാണാറുണ്ടല്ലോ. ഈ ടെസ്റ്റുകളൊക്കെ പാസ്സായതിനു ശേഷം ബൈക്ക് കസ്റ്റമർക്ക് കൈമാറുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബൈക്കുകളിൽ ഒന്നായിട്ടുള്ള ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ നിർമ്മാണത്തിനൊപ്പം തന്നെ ഫാക്ടറി ടിവിയുടെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഫാക്ടറി ടിവിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ ഇനം കാറായിട്ടുള്ള റോൾസ് റോയ്സ് കാറുകളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ മുൻപ്. മെഷീനുകളൊന്നും ഉപയോഗിക്കാതെ ജോലിക്കാർ കൈകൊണ്ട് നിർമ്മിക്കുന്ന റോൾസ് റോയ്സ് കാറുകളുടെ നിർമ്മാണം കണ്ടാൽ നിങ്ങൾ ശരിക്കും വണ്ടറടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതായത് അത്ഭുതപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഫാക്ടറി ടിവി അവതരിപ്പിച്ച റോൾസ് റോയ്സിന്റെ നിർമ്മാണം കൂടി പ്രേക്ഷകർ കാണണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ലോകപ്രസിദ്ധമായ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത്രയും പാടുപിടിച്ചൊരു പ്രവൃത്തി, സങ്കീർണമായൊരു പ്രവൃത്തി, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര വേഗമാണ് നടത്തി തീർക്കുന്നത് എന്ന് നോക്കൂ. റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതേപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ ഫാക്ടറി ടിവി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അതുമാത്രം പോരാ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് ഹിറ്റ് ഓൺ ദി ബെൽ ഐക്കൺ. Stay tuned Factory TV for the wonderful factory making videos.